നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് ആളുകളെ സഹായിക്കാൻ BJP പ്രവർത്തകർ തെരുവിലായിരുന്നുവെന്നും കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ പ്രതിസന്ധി ഘട്ടത്തിൽ വീടുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ ഹിമപൂർ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡിന്റെ കാലത്ത് ഞങ്ങൾ നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല 220-ലധികം ആളുകൾക്ക് സഹായം നൽകുകയും ചെയ്തു. റെക്കോർഡ് സമയത്തിനുള്ളിൽ സൗജന്യ വാക്സിനുകളും നൽകി. BJP റെക്കോർഡ് യോദ്ധാക്കൾ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് പാൻഡമിക്കിനെ നേരിടാൻ ഭക്ഷണവും ഉപകരണങ്ങളും മരുന്നുകളും എത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ വ്യക്തിപരമായ പരാമർശത്താൽ ഞാൻ ഹിമാചൽ പ്രദേശിൽ 10.3 കോടി രൂപയുടെ ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കി. ഹിമാചൽ പ്രദേശിലും പ്രത്യേകിച്ച് ഹിമപൂർ നിയോജക മണ്ഡലത്തിലും ഓക്സിജന്റെ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഇവിടെ ഓക്സിജൻ ബാങ്ക് പ്രവർത്തനക്ഷമതമാക്കി. അതിൽ നിന്ന് 1400 കിടക്കകൾക്ക് തടസ്സമില്ലാതെ ഓക്സിജൻ ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം ഉറപ്പാക്കാനും നരേന്ദ്രമോദിക്ക് 3ാം തവണയും പ്രധാനമന്ത്രിയാകാനുള്ള വഴിയാകാൻ വോട്ടർമാരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇതിനു പുറമെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള 300 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട യുക്രൈൻ-റഷ്യ യുദ്ധത്തിൽ വിദേശത്ത് കുടുങ്ങിയ 27,000-ലധികം ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഓപ്പറേഷൻ ഗംഗ നടത്തി പ്രധാനമന്ത്രി സഹായിച്ചു. നമ്മുടെ സിഖ് സഹോദരങ്ങളെയും ഗുരുഗ്രന്ഥ സാഹിബിനെയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണ ബഹുമാനത്തോടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മോദിയുടെ പുതിയ ഇന്ത്യയാണിത്. കോവിഡ് കാലത്ത് ലോകമെമ്പാടുമുള്ള 3 കോടിയോളം ഇന്ത്യക്കാർ സുരക്ഷിതരായി ഇന്ത്യയിലെത്തി. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത് മോദി സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ പ്രതിപക്ഷ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ രാജ്യം നശിച്ചു പോകുമെന്നും അതിന്റെ അഖണ്ഡതയും ഐക്യവും അസ്ഥിരപ്പെടുത്തുന്ന തിരക്കിലായ വിദേശ ശക്തികളുടെ കോളനിയായി മാറുമെന്നും താക്കൂർ അവകാശപ്പെട്ടു. കോൺഗ്രസും ഇന്ത്യ സഖ്യവും മറ്റ് ഘടകങ്ങളും തീവ്രവാദികളുടെയും പാകിസ്ഥാൻ അനുകൂല ഘടകങ്ങളുടെയും ആശയങ്ങൾ വാദിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച താക്കൂർ മുൻ UPA സർക്കാരിന്റെ കാലത്ത് സ്വജനപക്ഷപാതവും ഭീകരവാദവും നിലനിന്നിരുന്നുവെന്നും ആരോപിച്ചു. മോദിയുടെ 10 വർഷത്തെ കാലയളവ് ചരിത്രപരവും അവിസ്മരണീയവുമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളും പേരും ജനങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്നും എന്റെ ചോയ്സ് മോദിയാണെന്നും രാജ്യത്തുടനീളം അതേ പ്രതിധ്വനിക്കുന്നുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. മോദി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയെന്നും ഠാക്കൂർ അവകാശപ്പെട്ടു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഭരണകാലത്ത് നടന്ന അഴിമതികൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പഴയ പാർട്ടി രാജ്യത്തെ കൊള്ളയടിച്ചു. കോൺഗ്രസ് എങ്ങനെയാണ് രാജ്യം കൊള്ളയടിച്ചതെന്ന് യുവതലമുറയോട് വിശദീകരിക്കണമെന്നും അദ്ദേഹം BJP പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായ ഹിമാചൽ പ്രദേശിലെ 4 ലോക്സഭാ സീറ്റുകളിലേക്കും ജൂൺ 1-ന് വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും.